ഈ സമൂഹത്തിലാരും നാടകക്കാരായി ജനിക്കുന്നില്ല. ഈ ഞങ്ങളെയെല്ലാം നാടകക്കാരാക്കി മാറ്റുന്നത് നിങ്ങൾ അനുഭവിച്ചാൽ സംവിധായകൻ പറഞ്ഞു കേട്ടല്ലോ. നാടകം ആരംഭിക്കും. അയ്യോ ഞങ്ങളുടെ 12ാമത് നാടകം. ആരാണ് എന്റെ പ്രൊഡ്യൂസർ? അഥവാ അമ്മയുടെ ഭർത്താവാണ് എന്റെ അച്ഛൻ. ദേവി ഭഗവതി കുത്തുകൊള്ളണേ, കാത്തുകൊള്ളണേ. ഭവാനി ഭവാനി നമ്മുടെ മകൾ എവിടെ പോയിടി? ക്ഷേത്രത്തിൽ പോയിട്ട് എന്തായിരുന്നു വലിയത്? എന്തെടുത്ത് ചെയ്തു? അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവഴിപാട് നടത്തിയോ? മോളെ, ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തും. ഇല്ല, കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? അതല്ലേ എനിക്ക് പറയുന്നത്. വല്ലവരെ വീട്ടിൽ വന്നിന്റെ കല്യാണം നടത്തില്ലെന്ന് പറയാൻ ഞാനാണ്. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാർന്ന എന്റെ തൂങ്ങിയാർന്ന നിന്റെ ശരീരമായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല, ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. അറിയാം. ദൈവം കാലം വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഭവാനി, നമുക്ക് പോകാം. രമേശന് പുണ്ണാക്ക് വേണോ? ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ ഇല്ല, എനിക്കൊരു
താഴെയുമ്പത്ത് കൂടി നമ്മൾ കൈകോട്ട് പിടിച്ച് നടക്കുന്നു. രമേശൻ കാലുകൊണ്ട് തറയുന്നു. അമ്മന്റെ തലപോയി തലയിലടിച്ചത്. അമ്മന്റെ തലപോയി തലയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അവൻ വെളിയിൽ വന്ന് തലച്ചോറ് കാക്ക കൊത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 50 പൈസയ്ക്ക് ഒരു ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്നു. ഈ പാർവതി കുട്ടിയെ തലവേദനയാണ് പറഞ്ഞത്. എന്നോട് ക്ഷമിക്കുവാൻ ഇന്നലെ വീട്ടിൽ പട്ടിണിയായി വിശപ്പ് സഹിക്കാനാവാതെ തലയിലിരുന്ന പൊതിച്ചോറെടുത്ത് ചാണകക്കറിയും കൂട്ടി ഞാൻ തിന്നു പാർവതി തിന്നു. രമേശേട്ടൻ ഒരു കൊതിയനാണ്, കൊതിയൻ. പാർവതി അയ്യോ അയ്യോ പപ്പേട്ടൻ. രമേശേട്ടാ, നമുക്ക് എങ്ങനെയും രക്ഷപ്പെടാം. നിൽക്ക. അമ്മേ, ഞാനും ഒന്ന് കാണട്ടെ ഈ പാപ്പ. മോനെ, എന്റെ കുഞ്ഞുമോനെ പപ്പ, നിന്നെ ഈ അമ്മ ഒന്ന് കണ്ണു നിറയെ കാണട്ടെടാ. മോനെ പപ്പ, ജയിൽ ജീവിതം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം, സൂപ്പർ. എനിക്ക് മൂപ്പാട് വന്നു. അവിടെ നിന്നെ ദേഹോപദ്രവം വല്ലതും? ഏയ്, ചെന്ന വഴി ജയിച്ചിട്ടുണ്ട് കാലേ കാര്യം ഒറ്റയടി. പിന്നെ വിക്കി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവരതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കൊന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരി എടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല, പിന്നെ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? കുഞ്ഞപ്പങ്ങൾ പാർവതി. ഞാൻ ഇപ്പൊ വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതി കുട്ടിയെ കല്യാണം ആലോചിക്കാൻ